ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കുറേ ആയല്ലോ അല്ലേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാന്ന് വെച്ചു. ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. ഞാനും നജുവേട്ടനും കൂടെ ഒരു ട്രിപ്പ് പോവാണ്. ഒരു 3 വീക്സ് വെക്കേഷൻ. ഒരു നോർത്ത് അമേരിക്കൻ ട്രിപ്പ് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഷിക്കാഗോയിൽ പോവാണ്. അപ്പോൾ അതിനുള്ള പാക്കിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. ഇത് 2 ദിവസമുള്ള പാക്കിംഗ് ഞാനിങ്ങനെ ക്ലിപ്പ് കമ്പൈൽ ചെയ്ത് വെച്ചു ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ആണ്. അറിയാമല്ലോ, ഒരു ട്രിപ്പ് പോകുമ്പം പാക്ക് ചെയ്താലും തീരില്ല, വെയിറ്റ് ഒരു പ്രശ്നം, അങ്ങനെ കുറേ സമയമെടുക്കുന്നൊരു പ്രോസസ്സാണത്. അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ വലിയ ചൂടല്ല, ഒരിളം തണുപ്പുണ്ട്. അപ്പോൾ കുറച്ച് എനിക്ക് തണുപ്പ് തീരെ പറ്റില്ല, അപ്പോൾ കുറച്ച് വാം ക്ലോത്ത്സ് വേണ്ടിയിരുന്നു. ഇത് പോകുന്ന അന്ന് വൈകുന്നേരമാണ്. ഒരു 6:15 6:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ഫ്ലൈറ്റ് ദുബായ് ഇൻ്റർനാഷണൽ നിന്നായിരുന്നു. അപ്പം നേരത്തെ പോകണമായിരുന്നു. മിഡ് നൈറ്റ് ഫ്ലൈറ്റാണ്. 12:30 ഫ്ലൈറ്റ്. എയർ ഫ്രാൻസ് ആയിരുന്നു. ഒരു 8:30 8:45 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ദുബായ് എത്തി. നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നല്ല ട്രാഫിക് കിട്ടിയിരുന്നു കേട്ടോ വഴിയിൽ. നമ്മൾ ദുബായ് എയർപോർട്ടിലെത്തി. അങ്ങനെ ഇമിഗ്രേഷനും സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ടെർമിനൽ ആയതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ പോകണം. ഒരു ഷോർട്ട് റൈഡാണ്. അപ്പോൾ ആ ട്രെയിനിലാണ് നമ്മൾ നമ്മുടെ ഗേറ്റിലെത്തുള്ളൂ. അതിൽ പോയാലേ നമ്മൾ എത്തുള്ളൂ. ഇത് 2 ടെർമിനൽസിനെ കണക്ട് ചെയ്യുന്ന ട്രെയിനാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ട്രെയിനാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ടെർമിനലിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ ഷോപ്സ്. കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. അബുദാബി പോലെ തന്നെ കുറേ ഷോപ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് അബുദാബിയാണ് കുറച്ചും കൂടെ വെറൈറ്റി ഫീൽ ചെയ്തിട്ടുള്ളത്. കുറേ ബ്രാൻഡ്സ് കൂടുതലുള്ളത് അബുദാബിയിലാണ്. ദുബായിലും കുറേ ഷോപ്സ് ഉണ്ട്, ബ്രാൻഡ്സ് ഉണ്ട്, കുറേ ബ്രാൻഡഡ് ഷോപ്സൊക്കെ ഉണ്ട്. അബുദാബിയാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ലോഞ്ച് കയറി ഞങ്ങളുടെ ഡിന്നർ കഴിച്ചു. കാരണം ഇനി ഫ്ലൈറ്റിൽ അവർ തരും ഡിന്നർ, പക്ഷേ അത് ഭയങ്കര ലേറ്റാവും. അപ്പം നമ്മളിവിടുന്ന് കഴിച്ച് കയറി ഒറ്റൊരു ഉറക്കം ഉറങ്ങാമല്ലോ. അതുകൊണ്ട് സ്ലീപ്പ് ഡിസ്റ്റേബ് ആവും അല്ലെങ്കിൽ. ലോങ് ഫ്ലൈറ്റ് അല്ലേ. അപ്പം നമ്മൾ ഡിന്നർ കഴിച്ചിട്ടാണ് കയറുന്നത്. ഡിന്നറൊക്കെ കഴിഞ്ഞ് ആസ് യൂഷ്വൽ എൻ്റെ ഡ്യൂട്ടി ഫ്രീ കറക്കമാണ്. എല്ലാ ഇതിലും മേക്കപ്പ് ബ്രാൻഡ്സ്, പെർഫ്യൂം ബ്രാൻഡ്സ്, അതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ കുറേ നടക്കും. അതെല്ലാം ഇങ്ങനെ ഓരോന്ന് ടെസ്റ്റ് ചെയ്തും ചെക്ക് ചെയ്തും ഒക്കെ നടന്ന് നമ്മൾ ഗേറ്റിലേക്ക് പോയി. ഞാനൊരു ഷോപ്പിംഗ് ലവറും മേക്കപ്പ് ലവറും കൂടിയാണ് കേട്ടോ. കുറേ ഇങ്ങനെ പ്രോഡക്ട്സ് ടെസ്റ്റ് ചെയ്യുന്നതും ട്രൈ ഔട്ട് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എനിക്ക്. അങ്ങനെ ഞങ്ങളുടെ ഗേറ്റിലേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
കുറച്ചധികം തന്നെ നടക്കാനുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഒരു ഫുൾ ഫ്ലൈറ്റായിരുന്നു, ധാരാളം ആളുകളും, ഹ്യൂജ് ഫ്ലൈറ്റായിരുന്നു. ലോങ് ഹോൾ ഫ്ലൈറ്റാണ്. രാത്രി ഒരു 6 hours ഉണ്ടായിരുന്നു. പാരീസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ സ്റ്റോപ്പ് ഓവർ ഉണ്ട്, ഒരു 3 to 4 hours അവിടെ ഗ്യാപ്പ് ഉണ്ട്. ഫ്ലൈറ്റ് കയറിയതും രാജുവേട്ടൻ കിടന്നുറങ്ങി. എനിക്ക് അത്ര പെട്ടെന്ന് ഉറക്കം വരില്ല. ഞാൻ കുറച്ച് മൂവീസൊക്കെ കാണാൻ ശ്രമിച്ചു, പക്ഷേ ടൈം ആയതുകൊണ്ട് അങ്ങനെ ശരിക്കും ഇരുന്ന് കാണാനുള്ളൊരിത് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചൊക്കെ ഉറങ്ങി. അപ്പോഴേക്കും പാരീസ് എത്തിയിരുന്നു. രാജുവേട്ടൻ ഉറങ്ങി തൂങ്ങിയിരിക്കുകയാണ്. ഇടയ്ക്ക് ഫുഡ് വന്നിരുന്നു, ഞാൻ കഴിച്ചില്ല. പക്ഷേ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടത് തുറന്നു മാത്രം, കഴിക്കാൻ പറ്റിയില്ല. അത്രയും ടൈം ആയിരുന്നല്ലോ. അങ്ങനെ ഒരു രാവിലെ ഒരു 6:30, 7 ഒക്കെ ആയപ്പം പാരീസ് എത്തി. പാരീസ് എത്തിയാൽ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പോൾ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് ഒരു ക്വസാണും ഹോട്ട് ചോക്ലേറ്റും, ഭയങ്കര ടേസ്റ്റാണ് അവരുടെ ക്വസാൺ ആൻഡ് ഹോട്ട് ചോക്ലേറ്റ്. പോളിന്ന് അത് കഴിച്ചു. അത് ഫോട്ടോയൊക്കെ എടുക്കാൻ മറന്നുപോയി, വീഡിയോ ഒക്കെ എടുക്കാൻ. കാരണം നമ്മൾ ടയേർഡായി വന്ന് ഇങ്ങനെ ഒരു ഹോട്ട് ബെവറേജ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായ കാപ്പി എന്തെങ്കിലും കുടിക്കണമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് അത് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ മറന്നുപോയി അതിൻ്റെ ഇടയിൽ. അങ്ങനെ കുറച്ച് ടൈം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെയും ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഞാൻ കറങ്ങിയിരുന്നു കേട്ടോ, പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ ഉള്ള വ്യൂസാണിത്. ജസ്റ്റ് ഫ്ലൈറ്റിൻ്റെ കുറച്ച് അത് വീഡിയോ എടുത്തു. ഞങ്ങളുടെ ഫ്ലൈറ്റ് എയർ ഫ്രാൻസ് ആയിരുന്നു കേട്ടോ. അതാണ് ഈ ടെർമിനലിൽ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നത്. അധികം ലോങ് വെയിറ്റ് ഒന്നും ആയിരുന്നില്ല, പെട്ടെന്ന് തന്നെയായിരുന്നു. അങ്ങനെ പാരീസ് ടു ഷിക്കാഗോ ആയിരുന്നു അടുത്ത ഫ്ലൈറ്റ്. ഫുഡ് പൊതുവേ ഫ്ലൈറ്റിലത്തെ എനിക്ക് അങ്ങനെ ഇഷ്ടാവാറില്ല, ഒട്ടും തന്നെ ഇഷ്ടാവാറില്ല. ജസ്റ്റ് ഒരു ബ്രെഡും ഇത് മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുന്നത് ഉണ്ടായിരുന്നുള്ളൂ അതിൽ. പിന്നെ ഞാൻ എയർപോർട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതും ഒരു ലോങ് ഹോൾ ഫ്ലൈറ്റാണ് കേട്ടോ. കുറേ ദൂരം, മീൻസ് കുറേ മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. അതാണ് എനിക്ക് ലോങ് ഫ്ലൈറ്റിൽ ഇഷ്ടമല്ലാത്തത്. പിന്നെ ഞാൻ മൂവീസൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഇതിലൊക്കെ മൂവീസൊക്കെ കണ്ട്, ഇതിൽ മൂവിയൊക്കെ കണ്ട് എൻ്റെ ടൈം പോയി. അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷിക്കാഗോ എത്തി. എൻ്റെ ബ്രദറും ഫാമിലിയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഒരു നല്ല മീറ്റിംഗ് ആയിരുന്നു അത്. എല്ലാവരെയും കണ്ടു. അപ്പോൾ വീട്ടിൽ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു വെയിറ്റിംഗ്, അല്ലു ബേബി. അവനെന്നെ കണ്ട ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്നെ കാണാൻ. അവനൊരു ട്രീറ്റും ഞാൻ കയ്യിൽ കരുതിയിരുന്നു കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അല്ലു ബേബി അടുത്തുള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിച്ചു. അപ്പോഴേക്ക് വൈകുന്നേരമായി. ഞങ്ങൾ എത്തിയപ്പം 3:30 ലാൻഡിങ്. ഒരു 5:30, 6 ഒക്കെ ആയപ്പോൾ വീട്ടിലെത്തി. ഡിന്നറൊക്കെ കഴിച്ച് നേരെ കിടന്നുറങ്ങി. ജെറ്റ് ലാഗ് ഒന്നും ഭാഗ്യത്തിനുണ്ടായിരുന്നില്ല. ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.